വന്ന് ആൾ അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഡയറക്ടർ അൾട്ടിമേറ്റ് ഡയറക്ടർ ആണെങ്കിൽ കൂടി ഒപ്പം നിൽക്കണവർ തന്നെയാണ് ഡയറക്ടർ ബലം, അതിലൊരു സംശയമില്ല. സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ എൻ്റെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. മെയിൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ ലാൽ ജോസ് പോലെയുള്ള വലിയ ഡയറക്ടർ, അതുപോലെ സുധീർ കരമന, സുനിൽ സുഗത, അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ 10-12 ആർട്ടിസ്റ്റുകൾ ഇതിലേക്ക് എത്തി ഈ സിനിമ വലുതാവുകയാണ് ചെയ്തത്. സംഭവ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിലൊക്കെ കണ്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്നിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ. അതിൽ ഇപ്പോൾ ഞാൻ എഡിറ്ററാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ കുറേ ഇതായിട്ട് ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ഇതുപോലെ കൊല്ലങ്ങളായിട്ട് 10-15 കൊല്ലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെയാണ്, സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെയാണ് എല്ലാവരും. പക്ഷേ അതിന് യഥാർത്ഥ സ്ഥാനം കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്യാരക്ടർ കിട്ടിയില്ല, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആ ആഗ്രഹവും മനസ്സിൽ വെച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരേ മനസ്സോടെ ഇറങ്ങി തിരിച്ച് എത്തിപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇതുപോലെയുള്ള ആഗ്രഹത്തിൽ വന്നെത്തിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന സിനിമ. ഇപ്പോൾ സിൻഡോ ഡേവിഡ് ഈ ഒരു പേര് ഒരുപക്ഷെ മലയാളികൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള എഡിറ്റിംഗ് മേഖലകളിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങ് ഒരു സിനിമ സംവിധായകൻ എന്ന ഒരു പട്ടം ചാർത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരു എഡിറ്റർ, ഒരു ഡയറക്ടർ ആകുമ്പോൾ എന്താണ് സത്യത്തിൽ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്? അങ്ങനെ ഇപ്പോൾ ഒരു ഡയറക്ടർ പട്ടം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ സംഭവം, ഞാൻ ഈ ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലുണ്ട്. കാരണം എനിക്ക് മുമ്പിലിരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എപ്പോഴും ഞാൻ ബാക്കിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. ഞാൻ ചെറുപ്പം എന്ന് പറയുക, നമ്മൾ പഠനകാലം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനൊരു സാധനത്തിനൊരു ഇഷ്ടം തോന്നി ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ക്യാമറ, നമ്മുടെ ഹാൻഡി ക്യാം വാടകയ്ക്ക് എടുത്തിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എൻ്റെ മനസ്സിൽ അതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം എനിക്കത് ചെയ്യാൻ തോന്നിയത്. അങ്ങനെ ഇതിലേക്ക് എത്താൻ ഞാൻ എഡിറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത്. കാരണം അന്നത്തെ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു എൻ്റെ ഇടത്തരത്തിന് താഴെയുള്ളൊരു ഫാമിലിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികൾ, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ, അതുപോലെയുള്ള കൈത്തൊഴിലുകൾ, ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണുള്ളത്. അപ്പോൾ ആ സമയത്തിന് ഞാൻ ഇങ്ങനൊരു ഇത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലീസിനൊക്കെ സംശയം, കാരണം ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് എങ്ങനെയാണ് ജീവിക്കുക. അപ്പോൾ അവിടെ എൻ്റെ അപ്പൻ പറഞ്ഞൊരു ഇതാണ്, അവന് ഇഷ്ടമുള്ള കാര്യം അതാണെങ്കിൽ അത് പഠിക്കട്ടെ, അതൊന്ന് നോക്കിയിട്ട് ഇനി ശരിയായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമല്ലോ. 1-2 കൊല്ലം നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് വിടാം, എന്തെങ്കിലും പണികൾ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് ആൾ വിടാൻ തയ്യാറാവുന്നത്. ഞാൻ അങ്ങനെ ആ ജോലി ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കിഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് അതൊരു ജോലിയായിട്ട് ഇന്നേ വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഭാരോ അല്ലെങ്കിൽ ഞാനൊരു വർക്കിന് പോവുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ആഡുകൾ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഇതൊന്നും ഒരു ഡയറക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം, അങ്ങനത്തെ ഒരു ക്രൈസ് കൊണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെന്തൊക്കെയോ ചെയ്യണം, അങ്ങനെ ചെയ്തു. ഒപ്പം തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതും ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു. ഇപ്പോഴും ഈ സിനിമ ഡയറക്ഷൻ കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ഡയറക്ടർ, അങ്ങനെ ഒരു വലിയൊരു പട്ടം, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു എന്താ പറയുക, ആ ലോകത്ത് അങ്ങനൊരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, അതിലുള്ള സന്തോഷം, ആത്മസംതൃപ്തി, അത്രമാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, എന്നാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് സംവിധായകനാണ് അതിലെ കപ്പിത്താൻ. ഇപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന മേഖല ഒരു സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഭാഗത്ത് മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സമയത്ത് ആർട്ടിസ്റ്റുകളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് നടക്കുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിനൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? സത്യം തന്നെയാണ്. ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക് ഉള്ള ജോലി തന്നെയാണ്. കാരണം എന്തിൻ്റെയും അവസാന വാക്ക് ഡയറക്ടറാണ്. എന്ത് സംഭവിച്ചാലും അവസാനം പേര് കേൾക്കാൻ പോകുന്നതും ഡയറക്ടർക്ക് തന്നെയാണ്. കാരണം ഡയറക്ടറോട് തന്നെയാണ് ചോദിക്കുക, എന്താ സംഭവിച്ചത്, എന്താ അങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെ അടുത്ത് തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഒപ്പം നിൽക്കുന്ന ആൾക്കാരില്ലെങ്കിൽ ഡയറക്ടർ മാത്രം നിന്നുകൊണ്ട് ഒന്നും നടക്കില്ല. ഒപ്പമുള്ള എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും അവരുടെ കഴിവും യൂസ് ചെയ്യാനായിട്ട് അറിയാമെന്ന് മാത്രമേ ഡയറക്ടർക്ക് വേണ്ടൂ. ഒരാളിലൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിന് എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡയറക്ടർ പണി തീർന്നു. ആ കണ്ടെത്തുന്ന ആൾക്കാർ പെർഫെക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡയറക്ടർ അൾട്ടിമേറ്റ് ഡയറക്ടർ ആണെങ്കിൽ കൂടി ഒപ്പം നിൽക്കണവർ തന്നെയാണ് ഡയറക്ടർ ബലം, അതിലൊരു സംശയമില്ല.
ഇപ്പോൾ നമ്മൾ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഇല്ലാതെ ഒരു കണ്ടൻറ് ബേസിൽ ആളുകൾ സിനിമ കാണാൻ വരുന്നുണ്ടെങ്കിൽ പോലും ശരി, ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇത്രയും ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്? സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ എൻ്റെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. കാരണം നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ സിനിമയിൽ അസിസ്റ്റ് ചെയ്യാൻ പോകണം അങ്ങനെ. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം സാമ്പത്തികവും നമുക്ക് ജീവിക്കാനായിട്ടുള്ള വഴി ജോലി തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും അത് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണം ഞാൻ പുതിയ ആളാണ്. അപ്പോൾ ഞാനൊരു സിനിമ ചെയ്യാനായിട്ട് ഇറങ്ങി, ഇപ്പോൾ എത്ര നല്ല കഥയാണെങ്കിലും പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കണം, അതുപോലെ മെയിൻ ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിക്കണം. ഇതൊരു വലിയൊരു ജോലി തന്നെയാണ്, അവരുടെ അടുത്തേക്ക് എത്തി ആവുക എന്നുള്ളത്. അപ്പോൾ ഞാനതിന് മുമ്പ് ചിന്തിച്ചൊരു ഇതുള്ളൂ, നമുക്ക് ഒപ്പമുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്, അവരെ വെച്ച് നമുക്ക് സിനിമ ചെയ്യാൻ അറിയും എന്നൊരു ചെറിയ സിനിമ കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താനായിട്ടുള്ള വഴി ഉണ്ടാവും എന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ ചെറിയൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ എങ്ങനെയൊക്കെയോ പ്രൊഡ്യൂസർ നമുക്കൊപ്പം വന്നെത്തി. അതിനുശേഷം ആർട്ടിസ്റ്റുകൾ കയറി, മെയിൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ ലാൽ ജോസലം പോലെയുള്ള വലിയ ഡയറക്ടർ, അതുപോലെ സുധീർ കരമന, സുനിൽ സുഗത, അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, 10-12 ആർട്ടിസ്റ്റുകൾ ഇതിലേക്ക് എത്തി ഈ സിനിമ വലുതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വലുതായത്. ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എഡിറ്ററായിട്ട് അവിടെ തന്നെ ഇരുന്നേനെ. ചലഞ്ച് എടുക്കാൻ തയ്യാറായത് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 10-ലേറെ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു പുതുമുഖ സംവിധായകനോടുള്ള ബിഹേവിങ്ങും അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ സംവിധായകൻ എങ്ങനെ റിസ്ക് എടുക്കേണ്ടതെന്ന് വന്നോ, അല്ലെങ്കിൽ ഈഗോ വർക്കൗട്ടാവുക, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു? ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. കാരണം ഞാനൊക്കെ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണത്. ലാൽ ജോസ് സാറിനെ പോലെയുള്ളൊരു വലിയ ഡയറക്ടർ, ഒരു ലെജൻഡ് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളത് പോയി ആളോട് സഹകരിച്ചപ്പോൾ ആൾ വന്നു, തീർച്ചയായിട്ടും വന്ന് ആൾ അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെയുള്ളൊരു ഡയറക്ടറിനെ ഞാൻ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഞാൻ ആളോട് തെറ്റെന്ന് പറയുമ്പോഴാണോ. പക്ഷേ ആൾ ഭയങ്കര സപ്പോർട്ട്. ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആൾ തീരുമാനിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിച്ചിട്ട് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആൾ ചോദിക്കും നമുക്കൊരു ഷോട്ട് പണി പോകാമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു ആളെന്നൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബാക്കി ആർട്ടിസ്റ്റുകളും എനിക്ക് പേടിയായിരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ ആക്ഷൻ പറഞ്ഞ് അവർ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കണമെന്ന് പറയാനൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ അവർ ഭയങ്കര സപ്പോർട്ടോടുകൂടി നമ്മുടെ ഒപ്പം നിന്നിട്ട് മോനെ ഇതിങ്ങനെയാണ്, ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നീ എന്താണെങ്കിൽ പറയാം, അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ച പോലെയല്ല അവരുടെ രീതിയിൽ നിന്ന് കിട്ടുന്ന സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരാൾക്ക് അവിടേക്ക് ചെല്ലാനായിട്ടുള്ള അത്രയും വരവേൽപ്പ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന്. ശിവചേട്ടനാണെങ്കിലും അതുപോലെ അജിത്തേട്ടനൊക്കെ അത്രയും സപ്പോർട്ട് തന്നെയായിരുന്നു. അതുപോലെ സുധീർ കരമന സാറൊക്കെ പറയുമ്പോൾ ഇത്രയും സീനിയറും ഇത്രയും ലെജൻഡാണ്. അവരൊക്കെ നമ്മളൊപ്പം രാത്രിയാണ് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. ആ രാത്രി കണ്ടിന്യൂസ് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർക്കുമായിരുന്നു. അപ്പോൾ ആളൊക്കെ നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള സപ്പോർട്ടാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് പ്രേക്ഷകരോട് സംഭവ സ്ഥലത്ത് നിന്നുള്ള ഒരു ഡയറക്ടർ എന്ന നിലയിൽ പറയുന്നത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ ആൾക്കാരാണ്. അതിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ പരിചയമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അല്ലാതെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ക്യാമറ ചെയ്തിട്ടുള്ളതാണെങ്കിലും ക്യാമറ ചെയ്തിട്ടുള്ള അനീഷ് അർജുനൻ, അവൻ്റെ ആദ്യത്തെ സിനിമയാണ്, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ട് നെഗറ്റീവ് അഭിപ്രായമാണെങ്കിലും നല്ല അഭിപ്രായമാണെങ്കിലും നിങ്ങളത് പങ്കുവെക്കണം. നല്ല അഭിപ്രായമാണെങ്കിൽ അപ്പോൾ കൂടുതൽ ആൾക്കാർ സിനിമയ്ക്ക് കയറും. ഇതാണ് ഞങ്ങൾക്ക് അടുത്ത സിനിമ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ സിനിമ കണ്ട് കിട്ടുന്ന അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ.